5ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ലത സുജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കവിതയുടെ ബാക്കി ഭാഗത്തേക്ക് പോകാം. നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള കവിതയിലെ പട്ടത്തിൻ്റെ സുഖകരമായ തടസ്സമില്ലാതെയുള്ള പറക്കലിന്, മുകളിലേക്കുള്ള പോക്കിന് ഉള്ള അനുഗ്രഹാശിസുകളും അതിൻ്റെയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു മകനെ പോറ്റുന്ന പോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. പോരിക മേൽപോട്ടെന്ന് നോതി മേഘം വെൽക്കം ചെയ്യുകയാണ് പട്ടത്തിനെ, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്ത കവിതയുടെ ഭാഗം ഇതാണ്. പാരിടമൊന്നായി തീരും നേട്ടം പാരട്ടെ മീതയൻ കൊച്ചുപട്ടം, കാറ്റിൻ തുണയാലുയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു. പാരിടമൊന്നായി തീരും നേട്ടം പാരട്ടെ മീതയൻ കൊച്ചുപട്ടം. ആഗ്രഹമാണ്. എന്താണ്? പാരിടം ഒന്നായി തീരും നേട്ടം, ഏറ്റവും വലിയ നേട്ടം. ഇത് ഞാനവിടെ മക്കളെയും മാതാപിതാക്കളെയും തമ്മിൽ ബന്ധപ്പെടുത്തിയൊക്കെ പറഞ്ഞിരുന്നില്ലേ. ഇത് അതുപോലെ തന്നെ ഈ ലോകം മൊത്തം വെട്ടിപ്പിടിച്ച നേട്ടം നേടാൻ പട്ടം ഉയർന്നു പറക്കുക. അവിടെ പട്ടം എന്തെന്നും ആ ഉയരത്തിലേക്ക് പറക്കുക എന്നുള്ളത് എന്തിൻ്റെ ആശയമാണെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ഒരു അനുഗ്രഹമാണ് പാരട്ടെ മീതയൻ കൊച്ചുപട്ടം. അപ്പം അച്ഛനമ്മമാരായാലും തൻ്റെ മക്കള് എത്ര ഉയർന്നു പോകട്ടെ, അതിന് എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടേ എന്ന് നോക്കിയിരിക്കണം മാതാപിതാക്കൾ. എന്താ മക്കൾ എത്ര ഉയരത്തിൽ എത്തുക എന്നുള്ളതിൻ്റെ അഭിമാനം ആർക്കായിരിക്കും? അധികവും മാതാപിതാക്കൾക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹാശിസുകളും അതിനുള്ള സഹായങ്ങളുമാണ് പാരട്ടെ മീതയൻ കൊച്ചുപട്ടം. അപ്പം ഒരു സഹായമില്ലാതെ നമ്മൾ എത്ര ഉയരത്തിൽ എത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കാണും, മാതാപിതാക്കളെ പോലെ തന്നെ. ഇവിടെ എന്താണ്? കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്ന് മീതെ പറവയായി ചേർന്നു നിന്നു. എന്താണ്? കാറ്റിൻ്റെ സഹായത്തോടെ, തുണ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, കാറ്റിൻ്റെ ഹെൽപ്പിലൂടെ സാധാരണ പട്ടത്തിന് ഉയരാൻ സാധിക്കും. എന്നാൽ ഈ കാറ്റിൻ്റെ സഹായം കൂടി ആയപ്പോൾ എന്ത് വന്നു? മീതെ പറവയായി, പറവ പക്ഷി, ഒരു പക്ഷിയെ പോലെ അനന്തവിഹായസിലേക്ക് ഉയർന്നു പോകാൻ ഈ പട്ടത്തിന് സാധിച്ചു. അപ്പം ഹെൽപ്പ് ഉണ്ടായിരിക്കും. ഞാൻ തനിയെ അങ്ങനെ ആയിക്കളവില്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു ജനതയുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഒരു ഹെൽപ്പും ഇല്ലാതെ ഇപ്പം തന്നെ ജനനം തന്നെ അങ്ങനെയല്ലേ, അച്ഛൻ്റെ അമ്മയുടെ സഹായത്താൽ നമ്മൾ ഭൂമിയിലേക്ക് ജാതരായി. പിന്നെ നമ്മൾ ജനിച്ച് വീഴുമ്പം തന്നെ ചാടി എഴുന്നേറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ, എല്ലാവരുടെയും സഹായത്തോടെ വളർന്നു, സംസാരിക്കാൻ പഠിച്ചു, നടക്കാൻ പഠിച്ചു, അങ്ങനെ വന്ന് ഇന്നത്തെ നിലയിൽ ഒരു ആയിത്തീരുന്നു. അപ്പം എത്ര പേരുടെ സഹായത്തോടെയാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അതേപോലെ ഇവിടെ ഉയർന്നു പറക്കാൻ കാറ്റിൻ്റെ സഹായത്തോടെ ആവട്ടെ, ഒരു പട്ടം നിർമ്മിക്കാൻ തന്നെ എന്തെല്ലാം ആവശ്യം, ആരുടെയൊക്കെ സഹായം വേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ഹെൽപ്പിലൂടെയാണെങ്കിൽ പോലും വളരെയധികം മീതേ എത്തുകയാണ്, അല്ലെ, നല്ല ഉയർച്ചയിലേക്ക് എത്തുകയാണ്. അതാണ് ആ 4 വരിയുടെ അർത്ഥം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാരിടമൊന്നായി തീരും നേട്ടം പാരട്ടെ മീതയൻ കൊച്ചുപട്ടം, കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതേ പറവയായി ചേർന്നു നിന്നു. ഇനി അടുത്ത വരികളിൽ ഒരു ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ. എന്താണെന്ന് പറയാൻ അനുഗ്രഹം കൂടിയുണ്ട്. എന്താണ്? ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കയെന്നും പാരിടമൊന്നായി കാണും നേട്ടം പാരട്ടെ മീതയൻ കൊച്ചുപട്ടം. അതായത് ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ, അതായത് നീ ഈ ലോകത്തെ കാണുന്നുണ്ട്, നിന്റെ കരളിൽ ലോകത്തെ എങ്ങനെയാണ് നീ കാണുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? നൂലറ്റു പോകാതിരിക്കുക. നൂലറ്റു പോകുക എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാതിരിക്കുക, എല്ലാവരെയും എന്നും കരുതുക, എനിക്ക് ആരും വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്ഫുൾ മൈൻഡ് അല്ലാതെ ആയി പോകരുത്. സഹായ മനസ്കത ഉണ്ടാവണം. എല്ലാവരെയും എന്താ പറയുക, എല്ലാവരെയും തൻ്റെ ഓർമ്മയിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം എന്നൊരർത്ഥമാണ്. അതായത് നൂലറ്റു പോകാതെ, നൂലറ്റു പോയാൽ പട്ടത്തിൻ്റെ ഗതി ഉണ്ടാവും. എങ്ങും ഒന്നും ഇല്ലാതെ അങ്ങ് പറന്ന് അവസാനം എവിടെയോ ചെന്നെത്തും. അതല്ലേ ആ നൂല് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറ്റു ബന്ധങ്ങളെയാണ്, നമ്മളെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ അറ്റുപോകാതെ, ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ച് എല്ലാവരെയും കരുതി മുന്നോട്ട് പോവുക എന്നൊരു അനുഗ്രഹമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ, ഈ കവിതയുടെ മറ്റു ബാക്കി പ്രവർത്തനങ്ങളും ചെറിയ ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.